പിന്നെ നിങ്ങളൊക്കെ ന്യൂസ് കണ്ടോന്നറിയില്ല, വയനാട് ഭയങ്കര സമരം നടന്നുകൊടുക്കുകയാണ്. വീട് നഷ്ടപ്പെട്ട ആളുകൾ ഭയങ്കര സമരത്തിലാണ്. എന്താണ്, ഇന്ന് വരെ അവർക്കൊരു സഹായമോ കാര്യങ്ങളോ വീടിനുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇതൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്നൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ നടപടി സ്വീകരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ഫണ്ട് വരാത്തതല്ലോ. മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരുപാട് കോടികൾ വന്നിട്ടുണ്ട്. എന്താണ് അതിൽ നിന്നൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്തിട്ട് ഓരോ ആളുകൾക്ക് വേണ്ട സ്ഥലത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് വീട് റെഡിയാക്കി കൊടുക്കുക, അതൊക്കെ ചെയ്യാലോ, ചെയ്യണില്ല. അതിന് കുറച്ച് മുമ്പ് ജനറേറ്റർ പ്രവർത്തിച്ചു 7 കോടി, മറ്റേ പ്രവർത്തിച്ച് 4 കോടി, മറ്റേ 5 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് കണക്ക് അവതരിപ്പിച്ചിരുന്നു. അതേപോലെ അവർക്ക് കണക്ക് അവതരിപ്പിക്കേണ്ടി വരും, ഒരുപാട് കോടികൾ മുക്കേണ്ടി വരും. സാധാരണക്ക് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടങ്കൽ തുക 40 ലക്ഷം, 50 ലക്ഷം, 60 ലക്ഷം എഴുതിയിരിക്കും. എന്നിട്ട് അതിലിരിക്കാൻ പറ്റുമോ? അത് പറ്റൂല. ചെറിയൊരു കുറച്ച് വണ്ണത്തിലുള്ളൊരു കമ്പി ഉണ്ടാവും. ആ കമ്പിമ്മ അങ്ങോട്ട് ഇരിക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് ഇരിക്കാൻ പറ്റില്ല. അത് ബാലൻസ് ചെയ്ത് നമ്മൾ ഇരിക്കേണ്ടി വരും. ഇരുന്നിട്ടില്ലെങ്കിൽ ബാക്ക് വെക്കും. 2 കമ്പി വെച്ചാൽ മതി, വെക്കൂല. നായ്ക്കും നരിക്കില്ല എന്ന് പറഞ്ഞ മാതിരി, ഇരിക്കാനായിട്ട് പറ്റില്ല എന്ന് നിൽക്കാനും പറ്റില്ല എന്ന് പറഞ്ഞ മാതിരി ഓരോ ബസ് സ്റ്റോപ്പുകൾ ഉണ്ടാക്കുക. അതിന് എത്ര കോടികൾ, എത്ര ലക്ഷങ്ങളാണ് എഴുതിയിരിക്കുന്നത്? 40-50 ലക്ഷം. ഒരു മനുഷ്യന് ഒരു വീട് നഷ്ടപ്പെട്ട ഒരു മനുഷ്യന് 10 ലക്ഷം അല്ലെ 5 ലക്ഷം ഇതൊക്കെയാണ് കൊടുക്കുന്നത് സർക്കാരിൻ്റെ ഇതിൽ നിന്നുള്ളത്. ഇതൊക്കെ ആദ്യം തന്നെ പറഞ്ഞതാണ്. മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊന്നും ആർക്കും കിട്ടൂല. അതൊക്കെ ഓരോ ആളുകൾക്കും വീട് നഷ്ടപ്പെട്ടതിനൊക്കെ വ്യക്തികൾക്കൊക്കെ നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉപകാരം എന്നൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞതായിരുന്നു. അഖിൽമാരാർ പറഞ്ഞു മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ കൊടുക്കണമെന്നൊക്കെ എന്തൊക്കെ പറഞ്ഞ് അതിനെതിരെ പൊങ്കാലിടലും കേസെടുക്കലും ഭയങ്കര ജഗപൊകായി. ഇപ്പം എന്തായി? എല്ലാവർക്കും മനസ്സിലായല്ലോ പറഞ്ഞത് ശരിയാണോ അല്ലോ എന്നൊക്കെ തെളിഞ്ഞു വന്നില്ലേ. ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ക്വാളിറ്റി എന്താണ്? ആ പ്രജകൾ കാര്യങ്ങൾ ആ നാട്ടിലുള്ള ആളുകളൊക്കെ വീട് നഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ അത് പെട്ടെന്ന് ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ട സഹകരണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് പെട്ടെന്ന് വീട് കാര്യങ്ങളൊക്കെ നിർമ്മിച്ച് കൊടുക്കാമല്ലോ. അത് കൊടുക്കണില്ല, വൈകിച്ച് വെറുതെ. അത് ഗവൺമെൻറ് തലത്തിലൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ്. കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഇങ്ങോട്ട് കിട്ടിപ്പോകണമെങ്കിൽ നമുക്കൊന്ന് കിട്ടിപ്പോകണമെങ്കിൽ ഒരുപാട് നൂലാമാലകളാണ്. അനുഭവിക്കുന്നല്ല എന്താ, വേറെ കാര്യങ്ങളൊന്നുമില്ല, അനുഭവിക്കാൻ. മുഖ്യമന്ത്രിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലൊക്കെ കോടികളാണ് വന്നത്. അതിനൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പൈസ വേണ്ട, ഇത് ജനങ്ങൾ സംഭാവന ചെയ്ത് ഒരുപാട് കാശുകളുണ്ട്, ഒരുപാട് കോടികൾ. അതൊന്ന് പെട്ടെന്ന് ആളുകൾക്കൊന്ന് ചെയ്ത് കൊടുത്താണ്ട് നല്ലൊരു വീട് കാര്യങ്ങളൊക്കെ ഇതാക്കി അവരെ സേഫാക്കി കൂടെ? സേഫാക്കണില്ല. എന്ത് ബുദ്ധിമുട്ടാണ് ആ നാട്ടിലുള്ള ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അനുഭവിക്കന്നെ.